പറ്റിയ സമയം ആരും ഒരു മാനേജർ. അയ്യടാ. ഗുഡ് ആഫ്റ്റർനൂൺ സാർ. കണ്ടോ? ഹലോ, ഉണ്ടോ? ഒന്നാണോ? സോറി സാർ, രാവിലെ എത്താൻ കഴിഞ്ഞില്ല. ഓ, രാവിലെ എത്താൻ കഴിഞ്ഞില്ല എന്നുള്ളതാണ് പ്രശ്നം അല്ലേ? താൻ എത്ര ദിവസത്തെ ലീവ് എടുത്ത് അവിടുന്ന് പോയത്? അതായത് ഞാനിവിടെ 4:30 അങ്ങോട്ട് ചെന്നപ്പം 3:30 വണ്ടി പോയി. പിന്നെ 10:30 നെടുങ്കണ്ടം ഫാസ്റ്റ് 7:00 പോയി. അതൊന്നും എനിക്ക് കേൾക്കണ്ട. ചോദിച്ചതിന് മാത്രം സമാധാനം പറഞ്ഞാൽ മതി. 2 ദിവസത്തെ. ഇപ്പൊ എത്ര ദിവസമായി? ഇപ്പൊ 13 ദിവസം. പിന്നെ ഇന്നത്തെ അര എല്ലാം കൂടി 13:30 ലീവായി സാർ. പക്ഷെ കാരണമുണ്ട് സാർ. എന്തോന്ന് കാരണം? ചെയ്യുന്ന തൊഴിലിനോട് അശേഷ ആത്മാർത്ഥതയില്ല, അത് തന്നെ കാരണം. സാർ അത് മാത്രം പറയരുത്. ഈ കമ്പനിയോട് ഏറ്റവും കൂടുതൽ ആത്മാർത്ഥതയുള്ള ഒരേ ഒരു സ്റ്റാഫാണ് ഞാൻ. അതുകൊണ്ടല്ലേ ഇതേ കമ്പനിയുടെ തിരുവനന്തപുരം ബ്രാഞ്ചിൽ ഒരു പെണ്ണിനെ തന്നെ ഞാൻ കല്യാണം കഴിച്ചത്. അത് സ്ത്രീധനം പോലും വാങ്ങിക്കാറ്. എന്നിട്ട് അതിന്റെ പകുതി ആത്മാർത്ഥ പോലും കമ്പനി എന്നോട് കാണിച്ചിട്ടില്ല. സാറിനറിയോ, എനിക്ക് ഇതുവരെ ഹണിമൂണിന് പോകാൻ പോലും സാധിച്ചിട്ടില്ല. അപ്പോഴൊക്കെ ഇവിടെ അവിടെ ഓഡിറ്റിംഗ് ആണെന്ന് പറഞ്ഞ് സാർ എനിക്ക് ലീവ് തന്നില്ല. എടോ, കമ്പനിക്ക് വലുത് ഹണിമൂണല്ല, ഓഡിറ്റിംഗാ. ഓഡിറ്റിംഗും ഫയലും മാത്രമല്ലല്ലോ സാർ ജീവിതം. ഭാര്യയും ഭർത്താവും ഒരുമിച്ച് ജീവിക്കണം. അതല്ലേ പ്രകൃതിയുടെ ഒരു ഇങ്ങനെ സത്യം കൂടി ഉണ്ടല്ലോ. ചിലപ്പോ ഇത്രയും പ്രായമായ സാറിന് അതിന്റെ തീവ്രത മനസ്സിലായില്ലെന്ന് വരും. അങ്ങനെയാണെങ്കിൽ ഞാൻ ഒരു കാര്യം ചെയ്യാം. തന്റെയൊക്കെ തീവ്രത കണക്കിലെടുത്ത് ഇതിന്റെ മോളിൽ കുറെ ഹണിമൂൺ കോട്ടേഴ്സ് പണിതിടാം. അതൊന്നും വേണ്ട സാർ, അതൊക്കെ വലിയ ബുദ്ധിമുട്ടാവില്ലേ? സാറിന് കഴിയുമെങ്കിൽ ഒരു ഉപകാരം ചെയ്തു തരണം. എനിക്ക് തിരുവനന്തപുരത്തേക്ക് ഒരു ട്രാൻസ്ഫർ തരണം. അല്ലെങ്കിൽ തന്റെ ഭാര്യ ഇങ്ങോട്ട് ട്രാൻസ്ഫർ ചെയ്യണം. അത്രയല്ലേ ഉള്ളൂ. അത് നടപ്പില്ലാത്ത കാര്യമാണെന്ന് ഞാൻ എത്ര പ്രാവശ്യമായി തന്റെ അടുത്ത് പറയുന്നത്. അയ്യോ, അങ്ങനെ പറയരുത് സാർ. എന്റെ ഭാര്യയുടെ ശമ്പളം മുഴുവൻ അവിടെ അച്ഛൻ ചക്കച്ചോള പോലെ എണ്ണി മേടിക്കുകയാണ്. എണ്ണി വാങ്ങിക്കട്ടെ, അതിനെന്താ? അദ്ദേഹമല്ലേ അവളെ പഠിപ്പിച്ചതും ഉദ്യോഗം വാങ്ങിച്ചു കൊടുത്തതും ഒക്കെ. അങ്ങേരും തിന്നട്ടെ. എന്നാലും സാർ എന്നെ കൊണ്ട് തീറ്റിക്കലല്ലേ? ഞാൻ പറഞ്ഞില്ലേ, തൽക്കാലം ട്രാൻസ്ഫറിനുള്ള വകുപ്പൊന്നുമില്ല. പിന്നെ മ്യൂച്വൽ ട്രാൻസ്ഫർ ആണെങ്കിൽ ചിലപ്പോൾ നടക്കും. അതായത് തന്റെ ഭാര്യ ഇങ്ങോട്ട് വരണമെങ്കിൽ ഇവിടുന്ന് ആരെങ്കിലും ഒരാൾ ആ ബ്രാഞ്ചിലേക്ക് പോകാൻ തയ്യാറാവണം. മനസ്സിലായോ? ഇനി തനിക്ക് അങ്ങോട്ട് പോകണം. അവിടുന്ന് ഒരാളും ഇങ്ങോട്ട് വരാൻ തയ്യാറാവില്ല സാർ. ഇത്രയും ദിവസം ഞാൻ ഓരോരുത്തരുടെ പുറകെ നടക്കുമായിരുന്നു. പിന്നെ തനിക്കൊരു ട്രാൻസ്ഫറിനുള്ള പണി ഞാൻ ഒപ്പിച്ചു വെച്ചിട്ടുണ്ട്. ചെയ്ത കാര്യം വിളിച്ചു പറയുകയാണെന്നും താൻ വിചാരിക്കില്ല. തന്നെ പറ്റി ഒരുപാട് കംപ്ലൈന്റ്സ് ഞാൻ ഹെഡ് ഓഫീസിലേക്ക് എഴുതി വെച്ചത്. തനിക്ക് ഭാഗ്യമുണ്ടെങ്കിൽ അതിന്റെ പ്രത്യാഘാതം ചിലപ്പോൾ ട്രാൻസ്ഫർ ആവാം, അല്ലെങ്കിൽ സസ്പെൻഷൻ ആവാം, അതും അല്ലെങ്കിൽ ഡിസ്മിസൽ ആവാം. നീ വന്നിട്ട് അധികം നേരമായോ? കുറച്ചു നേരമായി. നിന്റെ ഫോൺ വന്ന വിവരം മുതലാളി ഇപ്പോഴാ പറഞ്ഞത്, അതാ വൈകിയത്. നിന്നോടൊരു നിസ്സാര കാര്യം പറയാനുണ്ടായിരുന്നു. അകത്ത് കയറി സംസാരിക്കും. ഇത് ഞാൻ എടുത്തോളാം. എന്റെ ടിവിയും VCR ഒന്നും കാണുന്നില്ല. കള്ളം കയറി. പോലീസിൽ അറിയിക്കാം. നീ ഇവിടെ നിന്ന്. ഞാൻ പറഞ്ഞില്ലേ എനിക്കൊരു നിസ്സാര കാര്യം പറയാനുണ്ടെന്ന്. ആദ്യം പോലീസിൽ അറിയിക്കാം, എന്നിട്ട് വന്ന് സംസാരമൊക്കെ. നീ ഒന്ന് അടങ്ങ്. ടിവിയും VCR ഒക്കെ എന്റെ കയ്യിലുണ്ട്. അതൊക്കെ ഇവിടെ ഇരുന്ന് കേടാകണ്ടെന്ന് കരുതി ഞാൻ എന്റെ വീട്ടിൽ കൊണ്ടുപോയി വെച്ചതാ ഭദ്രമായിട്ട്. സത്യമായിട്ടും എല്ലാ സാധനങ്ങളും എന്റെ വീട്ടിൽ ഭദ്രമായിട്ട് തന്നെ ഇരിപ്പുണ്ട്. വെള്ളത്തിലാണ് ഇരിക്കല്ലേ. ഇത് ഒരു പ്രത്യേക സാഹചര്യത്തിൽ. എന്തോന്ന് പ്രത്യേക സാഹചര്യം? എടാ, ഈ താക്കോലിനെ അടുത്ത വീട്ടിൽ ഏൽപ്പിക്കാത്തത് അവരെന്തേലും കയറി എടുത്തോണ്ട് പോകുന്ന കരുതിയിട്ടാ. കൂടെ കൊണ്ട് നടക്കാത്തത് ഇത് കളഞ്ഞു പോകുമെന്ന് ഭയന്നിട്ടാ. ഏറ്റവും സുരക്ഷിതമായി ഇരിക്കാനാണ് ഇത് നിന്നെ തന്നെ ഏൽപ്പിച്ചത്. നീ തന്നെ ഇവിടെ കയറി ഇത് എടുത്തോണ്ട് പോയാലോ? അത് ഞാൻ പറഞ്ഞില്ലേ, ഒരു പ്രത്യേകം പറയണ്ട. വേറെ എന്തെങ്കിലും എടുത്തോണ്ട് പോയിട്ടുണ്ടോ? വേറെ ഒന്നും എടുത്തിട്ടില്ല. എനിക്കൊന്ന് ചെക്ക് ചെയ്യണം. അതെ, പിന്നെ ഞാൻ ആ പ്രഷർ കുക്കർ എടുത്തോണ്ട് പോയിട്ടുണ്ട്. പിന്നെ ആ ഗ്യാസ് സ്റ്റവും ഗ്യാസ് കുറ്റിയും. പഞ്ചസാര അളവിൽ കുറഞ്ഞിരിക്കുന്നത്. ഒറ്റ ഇടി വെച്ചെന്നുണ്ടല്ലോ. പോക്കൃതരം കാണിച്ചിട്ട് ഇനി ഇടിക്കും കൂടെ വേണം. ഒരു കാര്യം ഞാൻ പറയാം, കൂടുതലൊന്നും സംസാരിക്കണ്ട. 3 മാസത്തിനകം നിന്റെ ഗ്യാസ് കുറ്റിയും ഉൾപ്പെടെയുള്ള എല്ലാ സാധനങ്ങളും ഇവിടെ തിരിച്ചെത്തിച്ചേക്കാം. 3 മാസത്തിനകവും? എനിക്കിപ്പോ തന്നെ വേണം. അത് ബുദ്ധിമുട്ടാണ്. നീ ബുദ്ധിമുട്ടണമെന്നില്ല, ഞാൻ പോയെടുത്തോളാം. എടാ, നീ എന്നെ നാട്ടിക്കരുത്. അല്ലെങ്കിൽ ഒരു കാര്യം ചെയ്യും, നീ രാത്രി എന്റെ വീട്ടിൽ വന്ന് എല്ലാ സാധനങ്ങളും മോഷ്ടിച്ചോണ്ട് പോയിക്കോ. അതെന്തിനാ എന്റെ സാധനങ്ങൾ ഞാൻ നിന്റെ വീട്ടിൽ ഒന്ന് മോഷ്ടിക്കുന്നത്? അത് ഞാൻ നിന്റെ വീട്ടിൽ ചെയ്തത് ഒരു മോഷണം പോലെ ആയില്ലേ? അപ്പോ നീ എന്റെ വീട്ടിൽ അത് തന്നെ ചെയ്തോ, ഒരു പകരം വീട്ടല്ലേ.
തട്ടരുത്, പതുക്കെ. വേഗം പൊക്കോ, ആരും കാണണ്ട. നീ എന്തിനാണ് വിരലുന്നേ? എന്താ പ്രശ്നം? പ്രശ്നമൊന്നുമില്ല, ഇവിടെ നിന്ന അപകടം. അപകടം എന്താ അപകടം? പിന്നെ പറയാം, പൊക്കോ. ഒന്ന് സഹായിക്കിഷ്ട. മെല്ലെ മെല്ലെ തട്ടല്ലേ. ആരാ ആരല്ല ലൈറ്റ് അണക്കടോ, വണ്ടി വിട്. ആരാന്ന് പറഞ്ഞു പോയാ മതി. താനാരാ? കള്ള, ഭയങ്കര കള്ള. കള്ളാണെന്ന് എനിക്ക് മനസ്സിലായി. ഇയാൾ വണ്ടി വിട്. എന്താ സാർ പ്രശ്നം? പ്രശ്നമൊക്കെ പിന്നെ പറയാം. ഓട്ടോക്കാരെ എന്റെ സാധനങ്ങൾ കൊണ്ടുപോകുന്നോ? തീരെ ഓട്ടോക്കാരെ കള്ളം നിന്റെ തന്തയാണോ? പല കള്ളന്മാരെയും ഞാൻ കണ്ടിട്ടുണ്ട്. തന്തയ്ക്ക് വെക്കുന്ന കളറെ ഞാൻ ആദ്യമായിട്ട് ആട്ടോക്കാരുടെ സാധനങ്ങൾ കൊണ്ടുപോകുന്നു. ജോലി ചെയ്ത് ലോൺ എടുത്ത് മാറ്റ സാധനങ്ങൾ 19,000 രൂപ കൊണ്ടുപോകണം. പിടിക്കും. എന്താ ആരാ ഇയാള്? ഞാൻ അപ്പോഴേ പറഞ്ഞില്ലേ അപകടമാണെന്ന്. എന്തായി? നീ ഇവനറിയോ? അറിയും. മേരിയുടെയും അശ്വതിയുടെയും കൂടെ ഓഫീസിൽ ജോലി വെക്കുന്ന ആളാ ഉണ്ണികൃഷ്ണൻ. ഓഫീസിൽ ജോലി ചെയ്യുന്ന പെണ്ണുങ്ങളുടെ വീട്ടിൽ രാത്രി കക്കാൻ നടക്കലാണ് നിന്റെ പണിയല്ലേ? അതെ, ഞാൻ പോലീസിൽ അറിയിക്കാം. ഒരബദ്ധമൊക്കെ എല്ലാവർക്കും പറ്റും. അവൻ അങ്ങ് വിട്ടേ. അതും വേണ്ടെന്ന് അങ്ങ് പോട്ടെ. അവൻ എന്തോ പറയാനുണ്ടെങ്കിൽ പറയട്ടെ. പറയടാ. അടിക്കണോ? എന്റെ പൊന്നു സുഹൃത്തെ, ഞാനല്ല കള്ളൻ, ഇവനാ കള്ളൻ. ഞാൻ വീട്ടിലില്ലായിരുന്ന സമയത്ത് എന്റെ സാധനങ്ങളൊക്കെ എടുത്ത് ഈ തെണ്ടി ഇവിടെ കൊണ്ടുവച്ചു. അത് തിരിച്ചു കൊണ്ടുപോകാനാണ് ഞാൻ വന്നത്. എന്നിട്ട് സാധനങ്ങളൊക്കെ എവിടെ? അത് ആട്ടോക്കാരൻ കൊണ്ടുപോയി. ഏത് ആട്ടോക്കാരൻ? തൃപ്തിയായാലോ തനിക്ക്? കുറെ ദൂരം പോയി സാർ. അപ്പോഴാ മനസ്സിലായത് സാറ് പുറയിലില്ലെന്ന്. ഉടമസ്ഥയില്ലാത്ത വിലപിടിപ്പുള്ള ഈ ഒടുക്കത്തെ സാധനമായി പോയി ഞാൻ അകത്തായി പോയനെ. താൻ ഇപ്പോഴെങ്കിലും വന്നത് നന്നായി. അതുകൊണ്ട് തനിക്കെന്നെ ജീവനോടെ കൊണ്ടുപോകാൻ പറ്റി. സാറ് ചെളി വീണോ? അല്ല, ചന്ദനത്തിൽ വീണു. വണ്ടി ഇടടാ പുല്ലേ. അപ്പൊ തന്നെ രണ്ടുപേരും അകത്ത് കയറി കഥ അടച്ചു. പിന്നെ ഇതേ വരെ പുറത്ത് കണ്ടിട്ടില്ല. വരുന്നുണ്ട്. നേരെ ആ കാസറ്റ് കണ്ടോ? കണ്ടു. ഇനി കാസറ്റ് വല്ലതും വേണോ? ഇനി കാസറ്റ് കാണണമെങ്കിൽ ഉണ്ണികൃഷ്ണന്റെ വീട്ടിൽ പോണം. അയ്യോ, കളിയാക്കി ചിരിക്കില്ലേ? ചിലർക്കത് ഇഷ്ടപ്പെടുകയില്ല. അവരിത്തിരി നേരം ചിരിച്ചു എന്ന് കരുതി നിനക്കെന്താ? ഇന്ന് നീ ഓഫീസിലേക്ക് പോണ്ട, വീട്ടിലേക്ക് പോകും. ഇന്നല്ല, ഇനി 3-4 മാസത്തേക്ക് ഞാൻ ഓഫീസിൽ പോകുന്നില്ല. ഞാൻ ലീവ് എടുക്കാൻ പോവാ. 3-4 മാസം നിന്റെ ശമ്പളം കൂടി കിട്ടാതായ പിന്നെ നമ്മുടെ കാര്യങ്ങളൊക്കെ എങ്ങനെ നടക്കും? അതുമല്ല, ഓഫീസിലെ സൂപ്രണ്ട് റിട്ടയർ ആകാൻ ഇനി 3 മാസമല്ലേ ഉള്ളൂ. നിനക്ക് സൂപ്രണ്ടായി പ്രൊമോഷൻ കിട്ടാൻ സാധ്യതയുണ്ടെന്ന് നീ തന്നെയല്ലേ എന്നോട് പറഞ്ഞത്. ഇപ്പൊ ലോങ് ലീവ് എടുത്താ ആ പ്രൊമോഷൻ കിട്ടുമോ? അതുകൊണ്ടാ പറയുന്നത് തൽക്കാലം നീ ലീവ് ഒന്നും എടുക്കണ്ട. എടി, നീ ഓഫീസിലെ സൂപ്രണ്ടായ പിന്നെ ആരാ നിന്നെ കളിയാക്കുന്നത്? നീ ഇവിടെ നില്ലേ, ഞാൻ പോയി പറഞ്ഞേച്ചു വരാം. മല്ലിയും മുളകും ഒക്കെ തീർന്നിരിക്കല്ലേ, നമുക്ക് ഇവിടുന്ന് നേരെ പലചരക്കടയിലേക്ക് പോവാം. എന്നാ നമുക്ക് സൂപ്പർ മാർക്കറ്റിൽ പോവാം. അതിനൊക്കെ ഒരുപാട് സമയം എടുക്കും. നമുക്ക് ഏതെങ്കിലും പലചരക്കടയിലോട്ട് പോയാൽ മതി. അച്ഛൻ അറിയാഞ്ഞിട്ടാ. ഒരുപാട് സാധനങ്ങൾ വാങ്ങിക്കുമ്പോ സൂപ്പർ മാർക്കറ്റിൽ ലാഭം. എന്നാ നീ കുറച്ചു നേരം വെയിറ്റ് ചെയ്യും. ഞാൻ മുതലാളിക്ക് കുറച്ച് ജോലികൾ പറഞ്ഞു കൊടുത്തിട്ട് വരാം.